ഹായ് ഹലോ ഇറ്റ്സ് മീ അക്ഷയ്. അങ്ങനെ എല്ലാവർക്കും ഹാപ്പി വിഷു. നമ്മൾ വിഷു സ്പെഷ്യലായിട്ട് ഇന്ന് നമ്മൾ പായസം ഉണ്ടാക്കാൻ പോകണം. നമ്മൾ കസിൻസും കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് വരുന്നുണ്ട് എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് പായസം ഉണ്ടാക്കാൻ കരുതി. നമ്മളൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇത് ഒരു വ്ലോഗ് ഒക്കെ ഇടാൻ കരുതി. അങ്ങനെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് പായസത്തിനുള്ള ഓരോരോ സാധനങ്ങളായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അകത്ത് തേങ്ങ ചിരയുണ്ട് പായസത്തിൻ്റെ ഉള്ള. പിന്നെ അച്ഛനിവിടെ ഇരുന്ന് നമ്മുടെ ഉരുളി കഴുകിക്കൊണ്ടിരിപ്പുണ്ട്. ഞാനവിടെ അടുപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി തീ കത്തിച്ച് പായസത്തിനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. പായസത്തിനുള്ള ഉരുളിയാണ് കേട്ടോ അച്ഛൻ ഈ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ അപ്പുറം അടുപ്പ് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെച്ച് നോക്കി നമുക്ക് കാര്യങ്ങളെല്ലാം കൃത്യമാണോ ലെവലാണോ എന്നൊക്കെ നോക്കണം. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ അടുപ്പ്. അപ്പോൾ അതിൽ മേളിൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പായസം ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല വൃത്തിയായി തന്നെ ഈ ഉരുളി കഴുകിയെടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കരടോ കാര്യങ്ങളൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് പായസത്തിൽ നമ്മുടെ ടേസ്റ്റിനും കാര്യങ്ങളെല്ലാം മാറ്റം വരും. ഇത് അധികം അങ്ങനെ യൂസ് ചെയ്യാത്തൊരു ഉരുളിയാണ് കേട്ടോ. നമ്മൾ വലിയ എന്തെങ്കിലും പ്രോഗ്രാംസ് ഇതുപോലെ പായസം വെക്കാനോ അല്ലെങ്കിൽ വലിയ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനുകൾ വരുമ്പോൾ മാത്രം എടുക്കുന്ന ഉരുളിയാണ്. അതുകൊണ്ടാണ് ഇച്ചിരി ചെളിയും കാര്യങ്ങളും ഒക്കെ, ചെളിയല്ല അതിൻ്റെ ഒരുപാട് നാൾ നമ്മളത് യൂസ് ചെയ്യാതിരിക്കുമ്പോൾ ഉള്ള ചെറിയ ചെറിയ ഒരു പോരായ്മകളാണ്. അതെല്ലാം നല്ല വൃത്തിയാക്കി അച്ഛനത് ക്ലീൻ ചെയ്തു. അപ്പോഴത്തേനും ഞാൻ ഈ അടുപ്പിൽ കുറച്ച് തീ വെക്കാനുള്ള പരിപാടിയിൽ ചെയ്യാം. ആദ്യം ഇതൊന്ന് പുകച്ചെടുത്തിട്ട് പിന്നെ ബാക്കി നമുക്ക് ഉരുളിയെല്ലാം വെച്ച് സെറ്റ് ചെയ്ത് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ അടുപ്പിൽ തീ കൂട്ടാൻ പോകാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഒരു കുറച്ച് കർപ്പൂരവും 2 തിരിയും ഉണ്ട്. നമുക്ക് തിരി ഇട്ടിട്ട് കർപ്പൂരം നിന്ന് വെച്ച് കുറച്ച് വിറകും കൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തീ പിടിക്കാൻ എളുപ്പമുണ്ട്. ഈ തീ നമുക്ക് ഇതിനുള്ളിൽ വെച്ച് കൊടുക്കാം. വേറെ നല്ല കുറച്ച് പഴയ വിളക്കിൽ ഒന്ന് കുറച്ച് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് തീ പിടിക്കാൻ വേണ്ടി വെക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ചകിരി വെച്ച് കൊടുക്കാം. പെട്ടെന്ന് ഇവിടെ ഒന്ന് പൊളിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഇവിടെ നമുക്കൊന്ന് പുകയട്ടെ. നമ്മൾ ഈ ഇവിടെ നന്നായിട്ടൊന്ന് തീ കത്തിയതിന് ശേഷം ആ ഉരുളിയെടുത്ത് നമുക്ക് ഇതിന് മേലേക്ക് വയ്ക്കാം. അകത്ത് നമ്മളിന്ന് ഗോതമ്പ് പായസം അല്ലേ ചോദിക്കണേ? ഗോതമ്പ് പായസം വയ്ക്കാൻ പോകുന്നത്. അപ്പം ഗോതമ്പ് അകത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കറിൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചാൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ തീ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്.
അങ്ങനെ അടുപ്പെല്ലാം ഞാൻ കത്തിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിക്ക് തീ ഒന്ന് കത്തി കഴിയുമ്പോഴത്തേനും നമുക്ക് ആ ഉരുളി എടുത്ത് ഇതിൻ്റെ മുകളിൽ വയ്ക്കാം. അച്ഛൻ അതൊന്നുകൂടെ ഒന്ന് അലൈൻ ചെയ്ത് ഉരുളി വയ്ക്കാൻ പാകത്തിനാക്കി അത് റെഡിയാക്കിയിട്ടുണ്ട്. തീ നല്ലോണം കത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഉരുളി എടുത്ത് വയ്ക്കാവുന്നതാണ്. ഉരുളി കഴുകി കഴിഞ്ഞാൽ ഉരുളി എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളി ചൂടായി കഴിയുമ്പോഴത്തേനും അതിനകത്തേക്ക് എന്നാ ആദ്യമേ ഇടണേ? ഗോതമ്പ് പറ്റിക്കണം. ഗോതമ്പ് പറ്റിക്കണോ? നെയ്യ് ഒഴിക്കണം. നെയ്യാ? നമുക്കിവിടെ ഇരിക്കാം. അത് നമ്മൾ കുറച്ച് ഗോതമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ വെച്ചിട്ട്, അതാകുമ്പോൾ എളുപ്പമുണ്ടാവും. ഞാൻ ഗോതമ്പ് ഇതിനകത്ത് ഇട്ടിട്ട് അത് വറ്റിച്ചെടുക്കണമെന്നാണ് അച്ഛൻ പറഞ്ഞത്. അതുപോലെ തന്നെ ആദ്യമേ നെയ്യ് ചേർത്ത് കൊടുക്കും. അതിൽ ഓരോരോ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് കാണിച്ചു തരാം. ഉരുളിയിലുള്ള വെള്ളം നന്നായിട്ട് വറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആദ്യം തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഗോതമ്പും കാര്യങ്ങളെല്ലാം നമുക്ക് ആദ്യം ഇങ്ങോട്ടൊന്ന് അടുപ്പിച്ചിട്ട് നെയ്യും എല്ലാം അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യമായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് നെയ്യാണ്. ആദ്യമേ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗോതമ്പാണ് ഇട്ടിട്ട് ഇതിപ്പോ എന്തോരം നമ്മള് ഗോതമ്പിട്ട്? നമ്മളിപ്പോ മൊത്തം 1 കിലോ ഗോതമ്പാണ് ഇട്ടേക്കുന്നത്. ഗോതമ്പ് പായസമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. ഗോതമ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടി പിടിക്കൂല്ലേ? നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കാരണം അത് പെട്ടെന്ന് അടി പിടിക്കും. ശർക്കര
നമ്മൾ ആദ്യത്തെ സെക്ഷൻ ശർക്കര ഇട്ടു. ആദ്യത്തെ സെക്ഷൻ ശർക്കര ഇട്ടു. അതിനുശേഷം ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെക്ഷൻ ശർക്കര ഇടാൻ പോവാണ്. രണ്ടാമത്തെ സെക്ഷനായിട്ടുള്ള ശർക്കരയാണ് ഞാനിപ്പോൾ ഇതേ കൊണ്ടു കൊടുക്കുന്നത് കേട്ടോ. ആദ്യത്തെ സെക്ഷനിലെ ശർക്കര കൊണ്ടു കൊടുത്തപ്പം അതിന് മധുരം കുറവായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് മധുരം കൂടി ചേർക്കാനായിട്ട് ശർക്കര നമ്മളിനി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഷെഫ് എൻ്റെ അച്ഛൻ തന്നെയാണ്, സാജു എന്നാണ് അച്ഛൻ്റെ പേര്. ഇനി നമ്മളീ ചേർത്ത ശർക്കര നല്ല രീതിക്ക് ഈ ഗോതമ്പിലേക്ക് യോജിച്ച് ചേർക്കുകയാണ്. അതിനായിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. ശർക്കര എല്ലാം നന്നായിട്ട് ഇലക്കി അലിഞ്ഞ് ചേർത്ത് കേട്ടോ. അതുവരെ നമ്മളിങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കണം. നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഏകദേശം ഒരു 10 ലിറ്റർ അടുത്ത് പായസം ഉണ്ടാക്കുന്നുണ്ട്. അവിടെ അടുത്തുള്ളവർക്കും നമ്മുടെ കസിൻസും കാര്യങ്ങളെല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇത്ര എമൗണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ സെയിം മെത്തേഡ് എല്ലാവർക്കും ഫോളോ ചെയ്യാം. ഇതിലുള്ള എമൗണ്ട് കുറച്ചുകൂടി കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് പായസം റെഡിയാക്കി കിട്ടും. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക. ശർക്കരയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പഞ്ചസാര ഒട്ടും തന്നെ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ നോർമൽ പശുവിൻ പാലാണ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ പിഴിയാനായിട്ട് തുടങ്ങുന്നു. അച്ഛൻ തേങ്ങ എല്ലാം പൊതിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ പിഴിയാനാണ് അടുത്ത വലിയ അന്തം. ഇതാണ് നമ്മുടെ മെയിൻ പരിപാടി. ഈ പായസത്തിലേക്ക് ചേർക്കുന്ന തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നതാണ് ഈ കാണുന്നത്. ഒരു ക്ലീൻ ക്ലോത്തിലേക്ക് തേങ്ങ ചിരവി ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ നോർമലി ഇവിടെ ഉണ്ടാക്കാറ്. കടയിൽ നിന്ന് നമ്മൾ തേങ്ങാപ്പാൽ വാങ്ങിക്കാറില്ല. ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ചെയ്ത് നല്ലവണ്ണം അതിൻ്റെ ആ തേങ്ങയുടെ ജ്യൂസ് കൃത്യമായിട്ട്, അതാണ് നമ്മുടെ തേങ്ങാപ്പാൽ എന്ന് പറയുന്നത്. ഇത് ചേർക്കുമ്പം നമ്മുടെ പായസത്തിനൊരു പ്രത്യേക രുചി നമുക്ക് വരുന്നതാണ്.
അങ്ങനെ നമ്മുടെ പായസത്തിനുള്ള പരിപാടികൾ നല്ല രീതിക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഗോതമ്പെല്ലാം സെറ്റായിട്ടുണ്ട്. ഇങ്ങനെ അടി കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്തേക്ക് തേങ്ങ പിഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ 1-ാം പാൽ 2-ാം പാൽ 3-ാം പാൽ എന്നൊക്കെ ഉണ്ട്. അപ്പം അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് കിസ്മിസ് അണ്ടിപ്പരിപ്പ് അങ്ങനെയുള്ള ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടിയിട്ട് നമ്മളങ്ങനെ പായസത്തിൽ അവസാനത്തിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ നമ്മുടെ കുക്കിംഗ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ ഇനി ഒരു 5% കൂടി. അങ്ങനെ 3-ാം പാൽ ഒഴിച്ചിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാമ്പൂ തന്നെയാ. ഗ്രാമ്പൂന് വലിയ പ്രശ്നമില്ല. ഗ്രാമ്പൂ നനക്കണ്ട. സംഭവം ഗ്രാമ്പൂന് നനക്കണ്ട. നല്ല സൂക്ഷ്മമായിട്ടാണ് സാധനം. ഗ്രാമ്പൂ നിലവിൽ ആരും കൃഷി ചെയ്യാൻ നമുക്ക് വലുതായി കഴിഞ്ഞാൽ അതിന് ഭയങ്കര നീങ്ങാനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ കാണാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മുടെ നാട്ടിൽ എല്ലാ സാധനം ഉണ്ടാവൂല. കഴിക്കലെങ്ങനെ ആ നെയ്യ് കണ്ടിക്കടി നെയ്യ് കണ്ടിക്കടി വെള്ളം പറ്റട്ടെ. അതിലെടുപ്പോ പറ്റിപ്പോ. ഇനി നമ്മളങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കാൻ പോവുകയാണ്. നന്നായിട്ട് പായസം തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1-ാം പാലും അതിൻ്റെ കൂടെ കിസ്മിസ് അണ്ടിപ്പരിപ്പ് അതുപോലെ ഏലക്ക എന്നിവ നമുക്ക് ചേർത്ത് കൊടുക്കാം. ലേശം നെയ്യും കൂടി ചേർക്കുമ്പോൾ ചെറിയൊരു കുറുകൽ കിട്ടാൻ വേണ്ടി. അങ്ങനെ വിഷു സ്പെഷ്യൽ പായസം, നമ്മുടെ വീട്ടിലുള്ള സ്പെഷ്യൽ പായസം ഇത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പതുക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച് ഓരോരുത്തർക്കുമായിട്ട് വിളമ്പാവുന്നതാണ്. അങ്ങനെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പായസം ദേ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചിരട്ടയ്ക്കകത്ത് കുടിക്കുന്ന ഒരു ട്രഡീഷണൽ രീതിയിൽ എടുക്കുക കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു. എല്ലാവരും വിഷു അടിച്ചു പൊളിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിവിടെ കൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇനി ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഒന്നും കൂടെ പറയുന്നു, എല്ലാവർക്കും ഹാപ്പി വിഷു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരാം. ബായ്.